ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ഇന്റർവ്യൂ വിത്ത് സ്റ്റാർ ചെയ്യുന്നത്. നമ്മൾ ഫോണിലൊക്കെ എടുക്കാറുണ്ട്, സ്റ്റുഡിയോയിൽ വരുമ്പോൾ വെച്ചാൽ കംഫർട്ട് സ്പേസ്. അപ്പൊ അതിന് പുറത്തേക്ക് വന്നിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നത്, അപ്പൊ അതിന്റെ പേടിയുണ്ട്. ആ പേടിയിൽ തന്നെ ഞാൻ ചോദിക്കണം, നിങ്ങളെന്ന് പറഞ്ഞാൽ ഡെയിലി ഒരുപാട് ആൾക്കാർ കാണുന്ന ആളാണ്, ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് ബിഹേവ് ചെയ്യുക, ആക്ട് ചെയ്യുന്നൊക്കെ ആൾക്കാർ. സോ ഹൗ ഡു യു ബ്രേക്ക് യുവർ സെൽഫ്? ഒരു സിറ്റുവേഷൻ വരണം, സോ ഐ കാൻ ഡു ദാറ്റ് എന്നൊക്കെ പറയുന്ന സിറ്റുവേഷനിൽ റോഷൻ എങ്ങനെയാണ് അതിനെ ആദ്യം ടാക്കിൾ ചെയ്യാറ്? എനിക്കിപ്പോൾ അഭിനയിക്കുന്ന സമയത്താണെങ്കിൽ എവിടെയോ വെച്ചിട്ട് ആൾക്കാരും മറ്റ് ക്രൂവും എക്വിപ്മെൻറ്റും ഭാഗങ്ങളും ഒക്കെ ഇൻവിസിബിൾ ആവും. ഞാൻ എവിടെയോ മൈൻഡിൽ ചെയ്യുന്നൊരു വർക്കാണത്. ചിലപ്പോൾ നാടകത്തിൽ തുടങ്ങിയത് കൊണ്ടൊക്കെ ആയിരിക്കും. നാടകത്തിൽ നമ്മളൊരു ഷോ ചെയ്യാനിരിക്കുമ്പോൾ ഷോയ്ക്ക് ജസ്റ്റ് മുമ്പ് ഇങ്ങനെ എത്തി നോക്കും ഓഡിയൻസ് എത്ര പേരൊക്കെ ആയിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ടെന്ന്. പക്ഷേ ഷോ തുടങ്ങി കഴിയുമ്പോൾ മോസ്റ്റ്ലി കൺവെൻഷണൽ സെറ്റിങ്സിൽ ഓഡിയൻസിൻ്റെ ഭാഗത്ത് ഇരുട്ടായിരിക്കും. ചില നാടകങ്ങൾക്കൊക്കെ അങ്ങനെ അല്ലാതായിട്ടുള്ളൂ. അപ്പോൾ അത് കട്ട് ഓഫ് ചെയ്തിട്ടാണ് തുടങ്ങാറ്. പക്ഷെ അങ്ങനെ തന്നെ ഉള്ളപ്പോൾ നാടകത്തിലെ സിനിമയിലും ഒക്കെ ദർ ആർ മൊമെൻറ്റ്സ് വേർ ആൾക്കാരുണ്ടെങ്കിലും അവർ നേരെ കണ്ണിലേക്ക് നോക്കുന്നുണ്ടെങ്കിലും എൻ്റെ കയ്യിലുള്ള സാധനം പോവില്ല എന്നുള്ളൊരു ലെവലിലേക്ക് ചിലപ്പോഴൊക്കെ നമ്മളെത്തും. എല്ലാ പ്രാവശ്യം ഒന്നും സംഭവിക്കാറില്ല. ചിലപ്പോൾ അത് ഡിസ്ട്രാക്ഷനായിട്ട് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ ഒരു സേഫ്റ്റി മെഷറായിട്ട് ഇത് കട്ട് ഓഫ് ചെയ്യും. പക്ഷെ ചില സമയങ്ങളിൽ ഫുള്ളി പരിപാടി വർക്കായി നിൽക്കുമ്പോൾ കുഴപ്പമില്ല, ആരെന്ത് ചെയ്താലും പറഞ്ഞാലും ഒരു ഫോൺ അടിച്ചാലും ഒന്നും പ്രശ്നമില്ല. ദർശനം എങ്ങനെയാണ് ആ ഒരു ഐസ് ബ്രേക്ക് ചെയ്യാറ്? I think I'm mostly extroverted. അപ്പോൾ എനിക്ക് ഐ ലൈക്ക് ഹ്യൂമൻ ഇൻറ്ററാക്ഷൻസ്. എനിക്ക് എസ്പെഷ്യലി ഇപ്പോൾ സിനിമയിലേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഒരു കളക്റ്റീവ്, ഒരു കൂട്ടം ആൾക്കാർ വന്ന് പടം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിൽ നമ്മൾ റിട്ടേൺ ആണ്, ഇത്രയും ആൾക്കാരുണ്ടാവും, അതിൽ വേറെ വഴിയൊന്നും ഇല്ല. അപ്പോൾ നമ്മളിപ്പോൾ ഈവൻ കുറച്ച് ചമ്മലൊക്കെ ഉള്ള സീനാണെങ്കിലും ഒരു 100 പേര് എന്തായാലും കാണുന്നുണ്ടാവും. ആ ചമ്മൽ ഡീൽ ചെയ്തേ പറ്റൂ, വേറെ വഴിയില്ല. അപ്പോൾ ഐ തിങ്ക് നാടകം ലൈക്ക് ഹി സെഡ് ഹാസ് ഹെൽപ്ഡ് എ ലോട്ട്, ബിക്കോസ് അത് നമ്മൾ ആ ഇൻഹിബിഷൻസ് ഒക്കെ ചെറുതായിട്ടൊക്കെ ബ്രേക്ക് ചെയ്ത് യുനോ ലൈക്ക് യു സ്റ്റാർട്ട് ഗെറ്റിംഗ് എ ലിറ്റിൽ മോർ കംഫർട്ടബിൾ വിത്ത് ബീങ് വാച്ച്ഡ്, വിത്ത് മേക്കിംഗ് എ ഫൂൾ ഓഫ് യുവർ സെൽഫ്, ബീങ് ബാഡ് ആൻഡ് അങ്ങനത്തെയൊക്കെ ഇതിലൊക്കെ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആക്കുന്ന ഒരു ഇതാണ് തിയേറ്റർ. പക്ഷെ അതല്ലാണ്ട് സിനിമ കഴിഞ്ഞ് വരുന്നത് അല്ലെങ്കിൽ സിനിമയുടെ മുമ്പ് വരുന്ന events and all of these are places where I'm also not fully comfortable, or എനിക്ക് ഇപ്പോൾ ഇവൻസിൽ പോകുമ്പോൾ I also get a sense of like, oh, you know, there's this sense of anxiety or you know, അപ്പോൾ അത് ഞാൻ unavoidable ആവുന്ന സ്ഥലത്ത് somehow I do it, it's part of my job, but as much as possible I do things that I only enjoy, and that's mostly my work. ആക്ച്വലി ഒരു ക്യാരക്ടറായിട്ട് കുറെ ആൾക്കാരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. നമ്മളായിട്ട് കുറെ ആൾക്കാരുടെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ശരി. സോ നമ്മൾ ഇന്നിവിടെ ഒരുമിച്ചിരിക്കുന്ന പാരഡൈസിന് വേണ്ടിയിട്ടാണ്. ശരിക്കും ആദ്യം ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ ടൈറ്റിൽ തന്നെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഈ പാരഡൈസിൽ എസിന്റെ മേലെ ആ ഒരു വരിയില്ല, എസ് ഒരു വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫോണ്ടാണ്. അതിലെന്തെങ്കിലും സ്റ്റോറി ഉണ്ടോ, അല്ലെങ്കിൽ പുറത്ത് പറയാൻ പറ്റുന്നതാണോ? ഞാൻ അത് ഇന്നലെ ഇവിടെ വന്നിരുന്നപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഞാൻ ഇന്നിവിടെ വന്നിരുന്നപ്പോഴാണ്. No, you have an explanation. എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എനിക്ക് ഐ ഡോണ്ട് നോ ഇഫ് ദിസ് ഇസ് വാട്ട് ഇറ്റ് ഇസ്, ദിസ് ഇസ് വാട്ട് ഐ തോട്ട് വെൻ ദ ഫിലിം ഈ ടൈറ്റിൽ വെച്ചു എന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇറ്റ് വാസ് ദാറ്റ് there is a sense of calm, there's paradise, but there's also an, you know, like many things underneath, and അതൊക്കെ അല്ല, സോ ദ ഹോളി പാരഡൈസിന്റെ ആ ഒരു ഇത് അങ്ങനെ ചോദിക്കുമ്പോ സ്പെസിഫിക്കലി ഐ സീൻ ദി എസ് ഇങ്ങനൊക്കെ പണ്ട് ഞാൻ പരീക്ഷയ്ക്ക് ഉത്തരം എഴുതിയ വഴിയിൽ ഐ റിയലൈസ് ഓ എസിനെ പറ്റിയായിരുന്നല്ലോ ചോദ്യം. പക്ഷെ ടൈറ്റിലിൽ ഇതുണ്ട്, ആ കോൺഫ്ലിക്ട് ഓഫ് മൊത്തത്തിൽ നമ്മൾ ഉത്തരം ചെയ്ത് ഇടയിൽ എവിടെയോ വന്നിട്ടുണ്ട്, അതിലേക്കൊന്നും എത്തിയിട്ടില്ല. ഇത് കട്ട് ചെയ്യേണ്ടി വരും മൊത്തം. 0 മാർക്സ്. ഞാൻ പറഞ്ഞല്ലോ എനിക്കറിയില്ല. അത് പറഞ്ഞാൽ മതിയായിരുന്നു. അല്ല, എനിക്ക് അറിയില്ല എന്ന് തോന്നിയില്ല, എന്തൊക്കെയോ ഉണ്ടെന്ന് അറിയാവുന്ന പോലെ തോന്നുന്നുണ്ട്. അറിയാമെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ അത് പറഞ്ഞറിയിക്കാൻ എനിക്കറിയില്ല. സോ ഇറ്റ്സ് പാരഡൈസ് ഓൾമോസ്റ്റ് 7 ലാംഗ്വേജസിൽ റിലീസ് ആവാണ്. സോ ഇൻ ഷോർട്ട്
പാരഡൈസ്, വാട്ട് ഇസ് പാരഡൈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സിനിമ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പറയാൻ പറ്റും റോഷൻ? ബേസിക്കലി ഇത് കഥ തുടങ്ങുന്നത് ആക്ച്വലി കേശവ അമൃത എന്ന് പറഞ്ഞ ഈ കപ്പിൾ, ഇവരൊരു മലയാളി കപ്പിളാണ്. ഇവർ പാരഡൈസ് തേടി ശ്രീലങ്കയിലേക്ക് പോകുന്നു. വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാനായിട്ട് സ്വർഗം തേടി പോകുന്ന അവർ രാജാവാൻ പോകുന്നതാണ്. അവിടെ ചെന്നിറങ്ങി കഴിയുമ്പോൾ നമ്മുടെ പൈസയ്ക്ക് വാല്യൂ കൂടുതലായതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി റിച്ച് ആവും. അപ്പോൾ ചീപ്പായിട്ട് റിച്ച് ഹോളിഡേക്ക് പോകുന്നതാണ്. അപ്പോൾ അവരുടെ ഒരു സെൽഫിഷ് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ എന്താണെന്നൊന്നും അവർക്കറിയില്ല. നാട്ടിലെ പ്രശ്നങ്ങൾ കാരണം ഉണ്ടായിട്ടുള്ള ഒരു യുനോ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു ബെനിഫിറ്റ് ഇസ് ദാറ്റ് ആർ കറൻസി ഹാസ് മോർ വാല്യൂ. അപ്പം നമുക്ക് അത് യൂട്ടിലൈസ് ചെയ്യാം, അവിടെ പോയിട്ട് എൻജോയ് ചെയ്ത് തിരിച്ചു വരാമെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞുണ്ടാകുന്ന ഒരു ഇവൻറ്റിൽ ദേ ഗെറ്റ് സക്ഡ് ഇൻ ടു ദ മിഡിൽ ഓഫ് എവറിത്തിങ് ദാറ്റ് ഇസ് ഹാപ്പനിങ് ദർ. ആ സകല പ്രശ്നത്തിൻ്റെയും നടുക്കേക്കാണ് ഇവർ വീഴുന്നത്. ആൻഡ് ദാറ്റ് പുട്സ് ദം ഇൻ എ സോർട്ട് ഓഫ് ക്രൈസിസ് വേർ ഈ ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ ഭയങ്കര വലിയ ക്രൈസിസ് ഉണ്ടാകുമ്പോൾ നമ്മളെങ്ങനെ റിയാക്ട് ചെയ്യുന്നത് നമുക്ക് തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ഇവർ തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇവർ പെരുമാറുന്ന ഒരു പരിപാടിയിലേക്ക് ഇവർ സക്ടിൻ ആവുകയാണ്. അവിടെയാണ് ഈ പറയുന്ന ശ്രീലങ്കയുടെ പൊളിറ്റിക്കൽ റിയാലിറ്റി, അവിടുത്തെ ഇക്കണോമിക് ക്രൈസിസ്, അവിടുത്തെ ആൾക്കാരുടെ റിയാലിറ്റി, പരിപാടിയൊക്കെ കഥ പറഞ്ഞു പോകാനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുന്നത് അതിലൂടെയാണ്. സോ ദി എക്സ്പ്ലോറേഷൻ സ്റ്റാർട്ട്സ് വിത്ത് ദിസ് മലയാളി കപ്പിൾ ഇൻ സെർച്ച് ഓഫ് പാരഡൈസ്. ശരിക്കും പാരഡൈസിന്റെ സ്റ്റോറി നിങ്ങളിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? ഓഡീഷൻസ് ഉണ്ടായോ അല്ലെങ്കിൽ അതെങ്ങനെയായിരുന്നു ആ പ്രോസസ്സ്? റോഷനെയാണ് ആദ്യം വിളിക്കുന്നത് പടത്തിന്. ആൻഡ് ഞാൻ അറിഞ്ഞു ഈ പ്രോജക്റ്റിനെ പറ്റിയിട്ട്. ആൻഡ് ഐ വാസ് എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ്. രാജീവേട്ടൻ ഉണ്ടെന്ന് അറിഞ്ഞു. ഇവർ രണ്ടുപേരും വർക്ക് ചെയ്യാൻ പോകുന്നു. ഒരു ബേസിക് സെൻസ് ഓഫ് എന്താണെന്ന് അറിയാം. അപ്പോൾ അത് ഭയങ്കര ഇൻവെസ്റ്റഡ് ആയിരുന്നു ഓൾറെഡി. ആ സമയത്തൊരു നോർത്ത് ഇന്ത്യൻ വുമൺ സൗത്ത് ഇന്ത്യൻ മാൻ എന്നുള്ളൊരു അങ്ങനെയായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അവരവിടെ നോർത്തിൽ കുറേ ആക്ടേഴ്സിനെ ഓഡിഷനൊക്കെ ചെയ്യുന്നു. ഇതൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ദെൻ അറ്റ് സം പോയിന്റ് ദേ റീകൺസിഡേർഡ് ഇത് രണ്ടുപേരും മലയാളികളാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നാലോചിച്ച് അവസാനം ഇറ്റ് റീച്ച്ഡ് മീ. അപ്പോൾ ഭയങ്കര ഹാപ്പിയായിരുന്നു ഞാൻ. കഥ കേട്ടു. കഥ കേൾക്കുന്നതിന് മുമ്പേ ഓൾറെഡി ഒരു ചിലപ്പോൾ നമുക്കറിയാം ഇത് എന്തായാലും ചെയ്യാൻ പോകുന്നൊരു പടമാണല്ലോ എന്ന്. പക്ഷെ അത് കേട്ടു ഫോർ ഷുവർ എന്തായാലും എനിക്ക് ചെയ്യണം. അങ്ങനെ ഐ ഗോട്ട് ഓൺ ബോർഡ്. ലൈക്ക് നിങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുള്ള സിനിമകളിലെല്ലാം ഒരു പ്ലോട്ട് ചേഞ്ച് വരും, പെട്ടെന്നായിരിക്കും ആ ചേഞ്ച് വരാം. ഇപ്പോൾ ഫ്രം സി യു സൂൺ, ആണും പെണ്ണും, പിന്നെ നമുക്ക് നിങ്ങൾ ഒരുമിച്ച് വരുന്ന എന്ന് പറയുന്നത് ഇപ്പോൾ പാരഡൈസിലാണ്. സോ ഇങ്ങനത്തെ നിങ്ങൾ ഒരുമിക്കുന്നൊക്കെ ട്വിസ്റ്റ് ഉണ്ടാക്കാനാണോ? ഇല്ല, അത് അങ്ങനെ ഉണ്ടായി പോകുന്ന എനിക്കൊന്നും നമ്മള് നാച്ചുറലി വർക്ക് ആവുന്നത് നിങ്ങളുടെ കയ്യിലാണോ? അയ്യോ, അങ്ങനെയൊക്കെ ചോദിച്ചാൽ അല്ല കേട്ടോ. അത് കഥയിൽ തന്നെ വർക്ക് ആവുന്നത് കൊണ്ട് മാത്രമാണല്ലോ നമ്മൾ വന്ന് ചെയ്ത് കഴിയുമ്പോഴും വർക്ക് ആവുന്നത്. ആദ്യം അത് പേപ്പറിൽ വർക്ക് ആവണം. എനിക്കൊന്നും നമ്മൾ വരുന്നതിൽ നല്ലത് നോക്കി ചെയ്യാനാണ് എപ്പോഴും നോക്കുന്നത്. അപ്പൊ അതില് ഇതൊക്കെ കോയിൻസിഡന്റലി സംഭവിച്ചു പോകുന്നതാണെന്ന് തോന്നുന്നു. ഈ പാരഡൈസിലെ ട്വിസ്റ്റ് എന്തായാലും ആദ്യം തന്നെ വരും, തുടങ്ങുമ്പോ തന്നെ ട്വിസ്റ്റാണ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് അങ്ങനെ ആലോചിച്ചത് തന്നെ. ഞാൻ അങ്ങനെ റിയലൈസ് ചെയ്തിട്ടില്ലായിരുന്നു ഇത്രയും നമ്മൾ രണ്ടുപേരും ഒന്നിക്കുമ്പോൾ ട്വിസ്റ്റ് ഉണ്ടാവുന്നെന്ന്. പക്ഷേ ഞാൻ അങ്ങനെ ചൂസ് ചെയ്യുന്നതൊന്നുമല്ല. കോയിൻസിഡന്റ്ലി all of these stories happen to have these interesting twists. ആക്ച്വലി ഒരുമാതിരി എല്ലാ കഥകളിലും ഇല്ലേ? ഞാനിപ്പോൾ അത് ആലോചിച്ചിട്ടുണ്ട്. ദർശനം ഇല്ലാതെ ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളിലൊക്കെ ട്വിസ്റ്റ് ഉണ്ടോന്ന്. ചിലപ്പോൾ ഞാൻ പൊതുവെ ട്വിസ്റ്റിന്റെ ആളായതുകൊണ്ടായിരിക്കും, എനിക്കറിയില്ല. ഈ എസ് ട്വിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ പൊളിക്കും. ശരിക്കും രണ്ടുപേരും സിനിമ തുടങ്ങിയ സമയം തുടങ്ങി സിനിമ ചൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്ന് നമുക്ക് തോന്നിയിട്ടില്ല. കാരണം ചെയ്യുന്നതൊക്കെ നമുക്ക് അത്രയും റിലേറ്റബിൾ ആണ്, കൂടുതൽ നമ്മളായിട്ട് കണക്റ്റ് ആകുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ഒരിക്കലും മറക്കാത്ത ക്യാരക്ടേഴ്സാണ് നിങ്ങളെല്ലാവരും ഇതുവരെ ചെയ്തിട്ടുള്ളത്. മറ്റുള്ള ആക്ടേഴ്സ് വെച്ച് ചെയ്യുമ്പോൾ ഞാൻ തുടക്കത്തിൽ അങ്ങനെ ചെയ്യാറില്ല. തുടക്കത്തിൽ ഞാൻ എല്ലാ സിനിമയും ചെയ്യും. ഞാൻ ഒന്നും കൂടെ സിനിമ ചെയ്ത് തുടങ്ങിയതിന് ശേഷം നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് കിട്ടിയതിന് ശേഷം ഞാൻ ചൂസ് ചെയ്യാന്ന് പറയുന്ന ആക്ടേഴ്സ് ഉണ്ട്. അവിടെ എങ്ങനെയാണ്? ഇതേപോലെ ചൂസ് ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ വരുന്ന എല്ലാം ചെയ്യുന്നതാണോ? കുറേ ചൂസ് ചെയ്യാറുണ്ട്, കുറേ നോ പറയാറുണ്ട്. എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തുടക്കത്തിൽ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു. എനിക്ക് ഈവൻ ഇപ്പോൾ ഒന്നും ഇപ്പോൾ വർക്ക് ഇല്ലാത്തൊരു സമയത്തും എനിക്ക് എന്താ പറയുക, ഒരു ഷുവറായിട്ട് തോന്നാത്തൊരു പ്രോജക്റ്റിലേക്ക് ഞാൻ നോ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അത് സ്മാർട്ട് ഡിസിഷൻ ആണോ എന്നൊന്നും എനിക്കറിയില്ല. അറ്റ് ദാറ്റ് പോയിന്റ്
ഓക്കെ ദീസ് ആർ മൈ കണ്ടീഷൻസ്, എന്തിനെങ്കിലും വേണ്ടിയിട്ടാണ് ഇപ്പോൾ വെദർ ഇറ്റ്സ് മണി സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ യെസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒട്ടും എനിക്ക് റെസനേറ്റ് ചെയ്യാത്തൊരു വേൾഡിലേക്ക് അല്ലെങ്കിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു പടത്തിലേക്ക് ഞാൻ ഒരിക്കലും കയറിയിട്ടില്ല. ആൻഡ് അത് ഞാൻ ഇപ്പോഴും ഐ എം ട്രൈങ് ടു കീപ് ദാറ്റ് ആസ് എനിക്ക് തോന്നുന്നു നമ്മൾ എക്സൈറ്റഡ് ആവുന്ന ഒരു പടത്തിലാണ് നമ്മൾ നന്നായിട്ട് നമുക്ക് എൻറ്റർ ചെയ്യാൻ പറ്റുക. അപ്പോൾ അത് എനിക്ക് ഐ നോ ദാറ്റ് ഐ ക്യാൻ ബി എ ബാഡ് ആക്ടർ ഓൾസോ. അത് ഭയങ്കര അവയർനെസ്സോടുകൂടി നല്ല സ്പേസസിൽ എൻറ്റർ ചെയ്യുമ്പോൾ എൻ്റെ ബെസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ പടങ്ങൾക്ക് ഞാൻ നോ പറയാറുണ്ട്. റോഷൻ എങ്ങനെയാണ്? എനിക്കങ്ങനെ പ്രത്യേകിച്ച് സ്ട്രാറ്റജി ഒന്നും ഇല്ല. ഞാൻ ഫസ്റ്റ് ചെയ്ത പടം പുതിയ നിയമമായിരുന്നു. അപ്പം അതിൽ ഒരു ക്രൂരനായ വില്ലനായിരുന്നു. അപ്പോൾ ആ പടം ചെയ്യാൻ തീരുമാനിച്ച സമയത്ത് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, അല്ല ആദ്യത്തെ പടം നീ വില്ലനായിട്ട് ചെയ്യണ്ട, പിന്നെ എല്ലാം അങ്ങനെ ആയിരിക്കും വരിക എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ആദ്യത്തെ പടം ഇത് കഴിഞ്ഞിട്ടൊരു പടം ഉണ്ടെന്ന് എന്താണ് ഉറപ്പ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റി വന്ന് ചെയ്യുന്നു. അപ്പം ഏകദേശം ആ ലോജിക്ക് തന്നെയാണ് ഇപ്പോഴും അപ്ലൈ ചെയ്യുന്നത്. ഇത് പിന്നീട് ഇതൊക്കെ സംഭവിക്കാൻ വേണ്ടി ഞാൻ ഇപ്പോൾ ഇത് പ്ലാൻ ചെയ്യുന്നു. നമ്മുടെ പ്ലാനിങ്ങിനൊന്നുമുള്ള സ്ഥലമോ ഒന്നും അല്ല ഇത്. ശരിക്കും ഇത് സിനിമ അതിൻ്റെതായിട്ടുള്ള വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ആർക്കും സിനിമയ്ക്ക് ആവശ്യമില്ല, നമുക്കാണ് സിനിമ ആവശ്യം. അപ്പോൾ നമ്മളിത് ഒരു ദർശനം പറഞ്ഞ പോലെ ഒരു ഗട്ട് ഫീലിങ്ങിൻ്റെ പേരിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ ചില ചോയ്സസ് എടുക്കുന്നു, അതുമായിട്ട് അങ്ങ് നീങ്ങുന്നു, താല്പര്യമുള്ള സാധനങ്ങൾ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. നാളെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ വരുമ്പോൾ നോക്കാം, വന്നില്ലെങ്കിൽ അപ്പം നോക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം ചുമ്മാ രാത്രി ഉറക്കം വരാതിരുന്നപ്പോൾ OTT എടുത്ത് നോക്കിയപ്പോൾ സീസൂൺ കിടക്കുന്നത് സീസൂൺ കാണാം. ഞാൻ ഇത് കോവിഡ് ടൈമിൽ എൻ്റെ കസിൻ്റെ വീട്ടിലിരുന്ന് TV വന്ന സമയത്ത് കാണുന്നതാണ്. അന്ന് OTT ഒന്നും എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു. ഇപ്പോൾ അത് നമ്മൾ കാണുമ്പോൾ ഹൗ ബ്യൂട്ടിഫുള്ളി നിങ്ങളത് രണ്ടുപേരും പോർട്രേ ചെയ്ത് എത്രത്തോളം ഒരാളുടെ ഇമോഷനെ നമുക്ക് ഹോണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ദർശനയായാലും റോഷനായാലും ചെയ്തിരിക്കുന്നത് ഹാറ്റ്സ് ഓഫ്. സോ അതെങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു മേക്കിങ്ങും അതിലേക്കുള്ള നിങ്ങളുടെ എൻട്രി ഒക്കെ? ഭയങ്കര രസമുള്ള കഥയാണ്. ഭയങ്കര രസമുള്ള കഥയാണ്. ഒരു എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം വിളിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ പറഞ്ഞു ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാനാണെന്നൊന്നും വലിയ പിടിയില്ല. പടം നമ്മൾ ചെയ്തു തീർക്കുമെന്ന് തന്നെ അറിയില്ല, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ചെയ്തു തീർത്ത് കഴിഞ്ഞാൽ ആരും എടുക്കുമെന്ന് അറിയില്ല. ആരും എടുത്തില്ല നമ്മൾ ആരും എടുത്തില്ലെങ്കിൽ നമ്മൾ യൂട്യൂബിലിടും എന്നുള്ളൊരു പരിപാടിയിലാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പോയിന്റിൽ ഒരു പ്രോജക്റ്റ് ഉണ്ടാവുക, വർക്ക് ചെയ്യാൻ എന്ന് പറയുന്നത് തന്നെ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗ്യമാണ്. അതിൻ്റെ പുറത്ത് ലൈക്ക് മഹേഷ് നാരായണനും ഫഹദും ഒക്കെ കൂടിയിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ്. അപ്പം നമുക്ക് എന്തിനാണ് ഇത്രയൊക്കെ പറയുന്നത് എന്നുള്ള മൂഡിലാണ് നമുക്ക് എന്തായാലും ചെയ്യാൻ റെഡി ആയിട്ടാണ് വരുന്നത്. ചെയ്യുന്നതിൽ കുറേ R&D വർക്കായിരുന്നു ശരിക്കും ഉണ്ടായിരുന്നത്. ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ലാത്ത ടൈപ്പ് ഒരു സിനിമ ആയതുകൊണ്ട് ഇതിലെ പ്രശ്നങ്ങളെല്ലാം പുതിയ പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ ഈ പുതിയ പ്രശ്നങ്ങൾക്ക് പുതിയ പുതിയ സൊല്യൂഷൻസ് കണ്ടുപിടിക്കണം. ഒരു സീനും സീരീസ് കൊണ്ട് നമുക്ക് ഒരുമിച്ച് ഒരു സമയത്ത് ചെയ്യാൻ പറ്റില്ല. എല്ലാ സീനും 2 ഹാഫായിട്ട് വേണം ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ അതെങ്ങനെ, അതിൽ ആരാദ്യം പോവും, അല്ലെങ്കിൽ ആ ആദ്യം ചെയ്ത ആളുടെ ഫുട്ടേജ് യൂസ് ചെയ്തിട്ടാണോ സെക്കൻഡ് ചെയ്യേണ്ടത്, അത് നമ്മൾ ലൈവ് ക്യൂ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഈ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ ഷൂട്ട് ചെയ്ത റെസൊല്യൂഷൻ കുറഞ്ഞു, അപ്പോൾ ഫോൺ തിരിച്ചു പിടിച്ചിട്ട് ബാക്ക് ക്യാമറയിൽ ഷൂട്ട് ചെയ്യണം. പക്ഷെ തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു സ്ക്രീൻ ഇല്ല. അപ്പോൾ നമ്മൾ പതുക്കെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കിനും ആ വലിയൊരു ഫോൺ, ഒരു മറ്റേ വലിയ ഐഫോൺ തിരിച്ചു പിടിച്ചിട്ട് അതിലൊരു ചെറിയ ഐഫോൺ ഒട്ടിച്ചു വെച്ച്, എന്നിട്ട് ആ ചെറിയ ഐഫോണിൽ നേരത്തെ ഷൂട്ട് ചെയ്ത സീനിന്റെ പകുതി വെക്കും, അല്ലെങ്കിൽ ചെറിയ ഐഫോണിൽ നിന്ന് ആക്ച്വലി വീഡിയോ കോൾ ചെയ്യും എല്ലാം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നില്ല. ഒരു പല സമയത്തും ഈ വലിയ ഐഫോൺ ഇങ്ങനെ നിൽക്കുന്നു, അതിന് ചുറ്റും ഒരു ഫ്രെയിം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ DOP സബിൻ കുനിഞ്ഞിരുന്നിട്ട് ആ ഫ്രെയിമെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത് കൊണ്ടുപോകുന്നതനുസരിച്ച് നമ്മളെ കറക്റ്റായിട്ട് ഫ്രെയിം ചെയ്യുന്നത് ആക്ച്വലി സബിനാണ്. എന്നിട്ട് ഇതിന്റെ ക്യൂ പറയുന്നത്, ഇപ്പം ഞാൻ സംസാരിക്കുന്നത് ഫാദറിനോടാണെങ്കിൽ ഫാദർ ആ റൂമിൽ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടാവും, ഒരു സോഫയുടെ പുറകിൽ. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ സാധനം ഷൂട്ട് ചെയ്തത്. അപ്പം ഒരു പ്രോജക്റ്റ് ചെയ്യുന്ന പോലത്തെ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. പിന്നെ കുറച്ച് ദിവസം ഷൂട്ട് ചെയ്തിട്ട് നിർത്തി. മഹേഷേട്ടൻ പറഞ്ഞ് ഇതെല്ലാം കൊണ്ടുപോയിട്ട് ഞാൻ എഡിറ്റ് ചെയ്ത് നോക്കട്ടെ, ഇതിൽ എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി ചെയ്യാം. പിന്നെ ഒരു ഐ തിങ്ക് ഒരാഴ്ചയോ 10 ദിവസമോ കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് അതുവരെ ചെയ്ത് കാണിച്ചു തന്നു. അപ്പൊ എല്ലാവരും ഇങ്ങനെ എന്നാ ചെയ്യാം ബാക്കി. നമ്മളൊക്കെ ഒരേ സ്ഥലത്ത് താമസിച്ച്, അതെ, കൊച്ചിയിൽ ഒരു ഫ്ലാറ്റിൽ എല്ലാവരും വേറെ വേറെ ഫ്ലാറ്റ്സിലേക്ക് മൂവ് ചെയ്യുന്നു. ഞാൻ അനുമോളുടെ റൂമായിട്ട് ഷൂട്ട് ചെയ്ത്, റൂമല്ല, ലൈക്ക് ആ ദുബായിൽ പെട്ട് കിടക്കുന്ന സ്ഥലത്ത് ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ
ഞാൻ താമസിച്ച റൂമാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തതും. ഇപ്പൊ സ്പേസസ് ഭയങ്കര ലിമിറ്റഡാ. അപ്പൊ ഇപ്പോൾ ആ ഫ്ലാറ്റിന്റെ തന്നെ ക്ലബ് ഹൗസിലാണ് ഈ എംബസി ആയിട്ട് ഷൂട്ട് ചെയ്തതും പാർട്ടി റൂമായിട്ട് ഷൂട്ട് ചെയ്തത്. അപ്പോൾ മിനിറ്റുകൾക്ക് നമ്മൾ എംബസി മറ്റേ ഡിപ്ലോമാറ്റിക് ക്വാർട്ടേഴ്സ് പോലെ എല്ലാവരും ഇരിക്കുന്നു, പെട്ടെന്ന് ഡിസ്കോ ലൈറ്റ്സ് കൊണ്ടുവന്ന് അവിടെ ഇവിടെ ഒട്ടിക്കുന്നു. ഇതൊക്കെ എല്ലാവരും കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഒരു 10-12 പേരുണ്ട് ആ ക്രൂവിൽ. ആ 10-12 പേരും എല്ലാം ചെയ്യുന്നു എന്നുള്ളൊരു സ്പേസ്. ഇത് എപ്പോഴാണ് ഷൂട്ട് ചെയ്യുന്നത്? നമ്മുടെ ലോക്ക്ഡൌണിന്റെ സമയത്താണ്. ബിറ്റ്വീൻ ദ ലോക്ക്ഡൌൺ. അപ്പൊ മൂവ്മെന്റ് പറ്റില്ലായിരുന്നു, അതുകൊണ്ടാണ് എല്ലാവരും ഒരേ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നത്. ശരിക്കും അതിന്റെ ക്ലൈമാക്സില് ഫഹദ് ജിമ്മിക്ക് നമ്പർ തരുന്നുണ്ട് അനുമോളുടെ. എന്നിട്ട് എന്താണ് വിളിക്കുവോ? അത് സെക്കൻഡ് പാർട്ടിൽ വരുന്നുണ്ട്. ഇനി സെക്കൻഡ് പാർട്ട് ഉണ്ട്. അവസാനം സീ യു ഇൻ ദി തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓ, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പൊ ഇനി ഇതിന്റെ നെക്സ്റ്റ് പാർട്ട് ഉണ്ട്, ഉണ്ടാവുമായിരിക്കും. റോഷന്റെയും ദർശനയുടെയും ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദർശന മാത്തമാറ്റിക്സ് ആണ് പഠിച്ചത്, റോഷൻ ഫിസിക്സ് ആണ് പഠിച്ചത്, എഞ്ചിനീയറിംഗ് ട്രൈ ഔട്ട് ചെയ്തു. ഒരു ഹൈഫൈ, ഞാൻ എഞ്ചിനീയർ ആണ്, പഠിച്ചിട്ടുണ്ട്. ഞാൻ പഠിച്ചു തീർത്തൊന്നും പറയാൻ കുറച്ച് പഠിച്ചില്ല. തീർത്തില്ല. ശരിയാ, ഫിസിക്സാ പഠിച്ചത്. പക്ഷേ എക്സ്ട്രീംലി മെജോറിറ്റി ആൾക്കാരും ചൂസ് ചെയ്യാത്ത 2 സബ്ജക്റ്റാണ്. സ്കൂൾ കഴിഞ്ഞാൽ തന്നെ എന്തെങ്കിലും ജോബ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. മാത്സ് എടുക്കുക, ഫിസിക്സ് എടുക്കുക, ഈ പരിപാടി ഒന്നും ആർക്കും ഇല്ല. അതെന്താ ചൂസ് ചെയ്യാൻ കാരണം? വൈ മാത്സ് ആൻഡ് വൈ ഫിസിക്സ്? ആദ്യം മാത്സ് പറ. ഞാൻ ആക്ച്വലി എക്കണോമിക്സ് പഠിക്കാനായിരുന്നു പ്ലാൻ. അപ്പോൾ എക്കണോമിക്സിലേക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് യൂസ്ഫുൾ, ബേസിക്കലി ഞാൻ സ്കൂളിൽ ഭയങ്കര നന്നായിട്ട് ചെയ്തു. അപ്പോൾ ഞാൻ മറ്റേ ഷോ ഓഫ് മോഡലായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലായിടത്തും അഡ്മിഷൻ കിട്ടുമായിരിക്കും അല്ലേ എന്നുള്ളതിൽ പിന്നെ ഞാൻ ഡൽഹിയിലെ ഇന്ത്യാസ് ടോപ്പ് 10 കോളേജസ് എടുത്തിട്ട് എല്ലായിടത്തേക്കും അപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് കിട്ടിയില്ല എനിക്ക്. ബേസിക്കലി ഞാൻ അപ്ലൈ ചെയ്ത കോളേജസിൽ ഇക്കണോമിക്സ് കിട്ടാത്തപ്പോൾ ഓക്കെ, ആസ് എ സബ് വാട്ട് ഡു ഐ, ഡൽഹിയിലത്തെ കട്ട് ഓഫ്സ് ആ കൊല്ലം നോർമലി 0.5 ആയിട്ട് കൂട്ടുന്ന കൊല്ലത്ത് ആ കൊല്ലം 2% or 2.5% ആയിട്ടൊക്കെ കൂട്ടി. നമ്മുടെ കുഴപ്പമില്ല. ആസ് പെർ മൈ മാത്തമാറ്റിക്സ് ഇറ്റ് വുഡ് ഹാവ് വർക്ക്ഡ്. പക്ഷെ വർക്ക്ഔട്ട് ആയില്ല. പിന്നെ അത് തെറ്റിപ്പോയി. പിന്നെ മാത്സിലേക്ക് കയറിയിട്ട് 2ാമത്തെ 3 ദിവസമായപ്പോൾ ഐ വാസ് ലൈക്ക്, ഓ മൈ ഗോഡ്, ഐ ഡോണ്ട് വാണ്ട് ടു ഡു ദിസ്. പിന്നെ സ്കൂളിൽ കണ്ട മാത്സ് അല്ലാതെ സ്കൂളിൽ ഞാൻ പോയായിരുന്നു. എനിക്ക് മറ്റേ കോളേജ് തുടങ്ങിയിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. പിന്നെ ഞാൻ പക്ഷെ കോളേജ് ഭീകര പൊളി അല്ല സാറ്, ആർട്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. സോ ദെൻ മൈ തോട്ട് വാസ്, ഈ കോളേജിൽ എങ്ങനെയെങ്കിലും മാത്സ് ഒക്കെ പഠിച്ച് പോവാം, ബാക്കി ആർട്സ് ഒക്കെ ഇത്രയും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കോളേജ് എനിക്ക് കിട്ടൂല, അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ പിടിക്കാം എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഞാൻ മാത്സ് എങ്ങനെയെങ്കിലും ഒന്ന് പാസ് ചെയ്ത് പക്ഷെ എനിക്ക് അത്രയും പാസ്സാവാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ക്ലാസ്സിലേക്ക് കയറിയിട്ടേ ഇല്ല ത്രൂ കോളേജ്. എങ്ങനെയെങ്കിലും മറ്റേ ECA സ്ലിപ്പ് കിട്ടും ആർട്സിൽ ഇൻവോൾവ് ആണെങ്കിൽ. അപ്പോൾ ആ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് അപ്പോൾ അത് കൊടുത്ത് എനിക്ക് ഞാൻ കോളേജ് പിന്നെ എക്സാം ആകുമ്പോൾ എങ്ങനെയെങ്കിലും പഠിച്ച് പാസ്സായി. അപ്പോൾ കോളേജ് വാസ് എ ഗ്രേറ്റ്. എൻ്റെ ഇന്ന് ഞാൻ ചെയ്യുന്നതും ഇതൊക്കെ പോസിബിൾ ആണെന്ന് കോളേജിലാണ് ഐ തിങ്ക് ആ ഒരു ആർട്സിനോടുള്ള ഒരു റിഗർ ആൻഡ് താല്പര്യം അത്രയും ഫ്ലറിഷ് ചെയ്യുന്നത് കോളേജിലാണ്. സോ ഇറ്റ് വാസ് എ വെരി ഗുഡ് കോൾ ദാറ്റ് ഐ ഡിസൈഡഡ് ടു കണ്ടിന്യൂ ദർ. പിന്നെ അത് കഴിഞ്ഞ് എക്കണോമിക്സിലേക്ക് കയറി. എക്കണോമിക്സിലേക്ക് കുറച്ചും കൂടെ താല്പര്യമൊക്കെ തോന്നി. അവിടെ നന്നായി പഠിച്ചു. അവിടെ ലണ്ടനിലായിരുന്നു. അവിടെ നല്ല ശരിക്കും പറഞ്ഞാൽ ഈ പരീക്ഷയുടെ തലേദിവസം അല്ലെങ്കിൽ പരീക്ഷ വരുമ്പോൾ മാത്രം പഠിച്ച് ഫോക്കസ് ചെയ്ത് പോകുന്ന ദർശനം പറഞ്ഞത് അത് തന്നെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളുടെ ലക്ഷണമാണ്. ഞാനൊക്കെ അങ്ങനെ ശ്രമിച്ചിട്ട് നടക്കാറില്ല. പരാജയം തന്നെ എളുപ്പമല്ല അല്ലേ റോഷൻ? ഞാൻ കുറച്ച് കഷ്ടപ്പെട്ട ഗുഡ് സ്റ്റുഡന്റ് ആയിരുന്നില്ലേ നീ? സ്കൂളിലൊക്കെ ആയിരുന്നു. അപ്പൊ ഫിസിക്സിലായിരുന്നില്ല. ഫിസിക്സ് മൊത്തം മാത്സ് ആണെന്ന് എനിക്ക് ശരിക്കും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലായത്. ഫിസിക്സിൽ ഞാൻ ഓക്കെ ആയിരുന്നു. എഞ്ചിനീയറിംഗ് എടുത്തപ്പോഴാണ് മനസ്സിലായത്. എനിക്ക് പക്ഷെ എനിക്ക് ഇന്നതൊന്നും ഒരു ധാരണ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എഞ്ചിനീയറിംഗ് കിട്ടിയത് കൊണ്ട് പോയി. പിന്നെ എനിക്കൊരു കോളേജ് MCC എന്ന് പറഞ്ഞ കോളേജിൽ ചെല്ലണമെന്നുണ്ടായിരുന്നു. അപ്പൊ അതിന് കട്ട് ഓഫ് മാർക്ക് വെച്ചൊക്കെ ഞാൻ നോക്കിയപ്പോൾ ഒന്നേ ഫിസിക്സ് എടുക്കാം അല്ലെങ്കിൽ ഇംഗ്ലീഷ് എടുക്കാം. അപ്പോൾ ഫിസിക്സ് എടുത്തിട്ട് എനിക്ക് DRDOയിൽ സയന്റിസ്റ്റ് ആവണമെന്ന് ആ സമയത്ത് പെട്ടെന്നൊന്നും തോന്നി. അപ്പം ഞാൻ വിളിച്ചൊക്കെ ഫിസിക്സ് എടുക്കാം, മിസൈലൊക്കെ ഉണ്ടാക്കണമെന്നായിരുന്നു ആ പോയിന്റിൽ ആഗ്രഹം. അപ്പോൾ ഇൻസ്പിറേഷനോ മോട്ടിവേഷനോ അങ്ങനെ ആരെങ്കിലും ഉണ്ടായോ? ഇല്ല, ജസ്റ്റ് തോന്നിയതാ. അപ്പൊ തന്നെ പോയില്ല? അത് അവിടെ ചെന്നപ്പോൾ തന്നെ ഏകദേശം തീരുമാനമായത്. അല്ല, പക്ഷെ കാരണം ഇതാ, എനിക്കത് ഇത്രയും മാത്സ് ഇതിലുണ്ടെന്ന് ശരിക്കും എനിക്കറിയില്ല, ആരും പറഞ്ഞു തന്നില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ അവിടെ ചെന്നിട്ട് ഫസ്റ്റ് ഇയറിൽ തന്നെ ചെന്നൈയിൽ പുറത്ത് നാടകങ്ങൾ ചെയ്തു തുടങ്ങി. അത് ഭയങ്കര ഇഷ്ടമായി. അപ്പം അതിനുവേണ്ടി ചെന്നൈയിൽ നിൽക്കാനൊരു കാരണം എന്നുള്ള രീതിയിൽ കോളേജ് കണ്ടിന്യൂ ആയിരുന്നു. സെക്കൻഡ് ഇയർ മുതൽ കോളേജിൽ നാടകങ്ങൾ ചെയ്തു തുടങ്ങി. അപ്പോൾ കോളേജും അതിനുവേണ്ടി മാത്രമായി.
അവിടെ ഇവിടെയൊക്കെ നാടകം തന്നെ, ഇതിൻ്റെ സൈഡിൽ കൂടെ എവിടെയോ ഒരു ഡിപ്പാർട്ട്മെൻറ്റും കുറച്ച് പരീക്ഷകളൊക്കെ 4 കൊല്ലം എടുത്തു ആ BSc തീർക്കാൻ. അതുകൊണ്ട് തന്നെ പക്ഷെ അത് എഴുതി തീർത്ത് എടുത്ത് എങ്ങനെയോ അത് മതി, നമുക്ക് എഴുതിയെടുത്ത് സാധനം കിട്ടിയാൽ മതി. അതെ അതെ. അതുകൊണ്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ എന്താണ് അതുകൊണ്ടുള്ള പ്രയോജനം എന്നൊന്നും സത്യം പറഞ്ഞാൽ അറിയില്ല. എനിക്ക് ആ ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടി എന്നുള്ളതിലാണ്. അതില് കോളേജ് എനിക്ക് കുറെയൊക്കെ തന്നിട്ടുണ്ട്, അത് മതി. ഈ MCCയുടെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ട് തിയേറ്ററിൽ വെച്ച് മീറ്റ് ചെയ്യുന്ന MCCയിലാണ്. അല്ലല്ല, ഞാൻ MCCയിലായിരുന്ന ടൈമില്ല, പക്ഷെ പുറത്ത് ഒരു തിയേറ്റർ അവിടെ വെച്ചിട്ടാണ് മീറ്റിംഗ് ഒക്കെ ഉണ്ടായത്. രണ്ടുപേരും തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. ദർശൻ ആക്ച്വലി പാടാൻ വേണ്ടി വരുന്നതാണ് അല്ലേ, എന്നിട്ടാണ് പിന്നെ ആക്ടിങ്ങിലേക്ക് വന്നത്. ഏതാണ് ആക്ച്വലി കുറച്ചുകൂടി ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത്, സിംഗിങ് ആണോ ആക്ടിങ് ആണോ? ഞാൻ സിംഗർ ആണെന്ന് അറിയില്ല, എനിക്ക് പാടാൻ പറ്റും, പക്ഷെ ഞാൻ ഒരു ആക്ടർ ആണെന്ന് പറയാൻ പറ്റും എനിക്ക്. അപ്പോൾ എനിക്ക് എൻ്റെ പ്രൊഫഷൻ എൻ്റെ ഹാർട്ടൊക്കെ ആക്ടിങ്ങിലാണ്. പാടാൻ ഭയങ്കര ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇപ്പോൾ റോഷൻ്റെ അടുത്തേക്ക് തന്നെ വരികയാണെങ്കിൽ, റോഷൻ നന്നായിട്ട് കഥ പറയുന്ന ഒരു സ്റ്റോറി, വീടിനെ കുറിച്ച് പറയുന്നൊരു സ്റ്റോറി കണ്ടപ്പോൾ ഒരുപാട് പേർക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി ടച്ച് ചെയ്തതാണ്. എസ്പെഷ്യലി ആ ഏരിയയിലുള്ളവർക്കൊക്കെ ഒരുപാട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയും കൂടെയാണ് അത്. ആ സ്റ്റോറി കണ്ട സമയത്ത് നല്ലൊരു ഡയറക്ടർ പോയിന്റ് ഓഫ് വ്യൂ ആ സ്റ്റോറി പറയുന്നതിലുണ്ടെന്ന് തോന്നി. ഇപ്പോഴും ഡയറക്ഷനൊക്കെ ട്രൈ ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ? നാടകങ്ങളിൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതും നിവർത്തികേട് കൊണ്ട് ചെയ്തതാണ്. പക്ഷെ വേറെ ആരും ഇതിപ്പോൾ ചെയ്യാൻ റെഡിയല്ല, അതുകൊണ്ട് ഞാൻ ചെയ്യാം എന്നുള്ള. നാടകങ്ങൾ ഐഡിയൽ സിനാരിയോയിൽ വേറെ ആരെങ്കിലും ഡയറക്റ്റ് ചെയ്യുന്ന ഒരു നാടകത്തിൽ അഭിനയിക്കാൻ തന്നെയാണ് താല്പര്യം. പക്ഷേ ഈ നിവർത്തികേട് കൊണ്ട് ഇവിടെ കൊച്ചിയിൽ ഇവർ കുറച്ച് പേരെ വെച്ചിട്ട് ഡയറക്റ്റ് ചെയ്ത ഒരു നാടകം ഞാനും ജെനുവൻലി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ മുതൽ തോന്നിയിട്ടുണ്ട് ഇനിയും ചെയ്തു നോക്കണമെന്നൊരു താല്പര്യമൊക്കെ വന്നിട്ടുണ്ട്. എങ്കിലും ഇത് ചെയ്യുമ്പോൾ പോലും എനിക്കും കൂടെ സ്റ്റേജിൽ കയറണമായിരുന്നു എന്നുള്ളൊരു സാധനം അത് ഓടും സൈഡിൽ. പാരഡൈസിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ അവിടെ തന്നെയായിരുന്നു, ശ്രീലങ്കയിൽ തന്നെയായിരുന്നു. അതിന്റെ ഒരു സ്കെഡ്യൂളും അങ്ങനത്തെ എങ്ങനെയായിരുന്നു? മൊത്തം ശ്രീലങ്കയിലായിരുന്നു. കഴിഞ്ഞ കൊല്ലം ഫെബ്രുവരിയിൽ ഞങ്ങൾ ഒരു മാസം ഫെബ്രുവരിയിൽ തുടങ്ങി മാർച്ച് ഫസ്റ്റ് വീക്ക് തിരിച്ചു വന്നു. അങ്ങനെ ഇതുപോലെ ഒരു പടത്തിൽ ശരിക്കും ഒരു ജേർണിയാണ്. അതുപോലെ തന്നെ നമ്മൾ ആ ഓർഡറിലായിരുന്നില്ലെന്നേ ഉള്ളൂ. പല ലൊക്കേഷൻസ് ഫിനിഷ് ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യും, പിന്നെ അവിടെ ഷൂട്ട് ചെയ്യും. അങ്ങനെ ഷെഡ്യൂൾ ചെയ്തിരുന്നു. ഓൾസോ ബിക്കോസ് ഓഫ് അവിടെ ഫ്യൂവലിൻ്റെ ഒരു ചെറിയ ക്രൈസിസും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ജേർണി ഹാഡ് ടു ബി പ്ലാൻഡ് മെറ്റിക്കുലസ്ലി. മദ്രാസ് ടാക്കീസ് ആണ് സിനിമ പ്രസന്റ് ചെയ്യുന്നത്. സോ അതിന്റെ എക്സൈറ്റ്മെന്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? എനിക്കറിയാം ഒരുപാട് ട്രാവൽ ചെയ്ത് സിനിമ ചെയ്യുന്ന ആൾക്കാരാണ്, 2 പാൻ ഇന്ത്യൻ സ്റ്റാർസ് ആണ്, ഒരുപാട് പേർക്ക് അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ മദ്രാസ് ടാക്കീസ് പ്രസന്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ എക്സൈറ്റ്മെന്റ് ഒക്കെ എങ്ങനെയായിരുന്നു? ഇതിൽ ഇൻവോൾവ് ആയ രീതി എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ദാറ്റ് മണിരത്നം സർ ഹാഡ് സ്ക്രീനിങ്, ചെന്നൈയിൽ സ്ക്രീനിങ്ങിൽ അദ്ദേഹം പടം കണ്ടിട്ട് ഹി ലൈക്ഡ് ഇറ്റ് വെരി മച്ച് ആൻഡ് ഹി ആസ്ക്ഡ് പ്രസന്ന സർ വാട്ട് കൻ ഐ ഡു. അങ്ങനെ ഒരു രീതിയിലാണ് ആ കൊളാബറേഷൻ തുടങ്ങുന്നത്. വിച്ച് ഐ ഫെൽറ്റ് വാസ് പ്യുവർലി സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രം എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. നേരിട്ട് സാറിനെ കാണാൻ സിനിമയെ പറ്റി സംസാരിക്കാൻ എനിക്ക് പറ്റിയില്ല, ദർശനം പറ്റും. പടം കണ്ടിട്ട് ഞാനൊന്നും എന്നെ വിളിച്ചായിരുന്നു, അപ്പോൾ ഞാൻ മീറ്റ് ചെയ്യാൻ പോയി. വെരി നൈസ്. എന്താ പറയുക, നല്ല പടത്തിനെ ബാക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. അങ്ങനെ ഒരു അപ്രീസിയേഷൻ കിട്ടി. അതിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് ഫിലിം ഫെസ്റ്റിവലിൻ്റെ സ്ക്രീനിങ്ങിലൊക്കെ പോയി ഒരുപാട് അപ്രീസിയേഷൻസ് കിട്ടിയിട്ടുണ്ട് സിനിമയ്ക്കും, 2 പേർക്കും, ഡയറക്ടർ എല്ലാവർക്കും കൂടെ. സോ ഈ കിട്ടിയ അപ്രീസിയേഷനിൽ ദാറ്റ് വാസ് വാവ് എന്ന് തോന്നിയ, അല്ലെങ്കിൽ ഓക്കെ ഇതെനിക്ക് കിട്ടി എന്ന് തോന്നുന്ന എന്തെങ്കിലും ഉണ്ടായോ? ഒരു മൊമെന്റോ, ഒരു അപ്രീസിയേഷനോ, ഒരു മെസ്സേജോ? ഐ തിങ്ക് ഫസ്റ്റ് എഡിറ്റ് കഴിഞ്ഞിട്ട് പ്രസന്ന സാറ് വിളിച്ചത് തന്നെയായിരുന്നു എൻ്റെ ഫേവററ്റ് കോൾ. ഐ തിങ്ക് ഹി വാസ് വെരി ഹാപ്പി ആൻഡ് ഹി സെഡ് തിങ്സ് അബൌട്ട് മൈ പെർഫോമൻസ്. അപ്പം അതിലെനിക്ക് ഭയങ്കര ഒരു സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. പ്രസന്ന സാർ നിങ്ങളുടെ വേറെ ഏതെങ്കിലും സിനിമകൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടായിരുന്നു സാറ്. സാറ് അത്യാവശ്യം മലയാളം പടങ്ങളെല്ലാം കാണാറുണ്ട്, ഇന്ത്യൻ ഫിലിംസ് എല്ലാം കാണുന്ന ആളാണ്. അപ്പോൾ 2 പേരുടെയും സിനിമകൾ കണ്ടിട്ടുണ്ട്. നോട്ട് ചെയ്ത എന്തെങ്കിലും എടുത്തു പറഞ്ഞ സിനിമകൾ എന്തെങ്കിലും ഉണ്ടായോ? സാറ് മൂത്തോൻ കണ്ടിട്ടാണ് എന്നെ അപ്രോച്ച് ചെയ്യാൻ തീരുമാനിച്ചതെന്ന് എന്നോടല്ല വേറെ ആരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദർശനയുടെ സിയൂസൂണും ജയഹേ അത് കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു കാണുന്നത്, അറിയില്ല. ഇനി നമുക്ക് ചെറിയൊരു ഗെയിമിലേക്ക് പോകാം. വെരി ഷോർട്ട് ആൻഡ് വെരി ക്രിസ്പ്. ആദ്യം ഓക്കെ, ഗെയിം എന്താന്ന് പറയാം. പേടിപ്പിക്കല്ല. 3 ക്യാരക്ടേഴ്സിനെ ഞാൻ പറയും. അതായത് ദർശനയുടെ
ഒരു ക്യാരക്ടറിന്റെ 3 ക്ലൂ ഞാൻ തരും, സിനിമയിലുള്ള 3 ക്ലൂ ഞാൻ തരും, അത് ഏത് ക്യാരക്ടറാണെന്ന് കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്യണം. ഭയങ്കര സിമ്പിളാണ്. ഓക്കെ, ആദ്യം റോഷൻ അടുത്തേക്കോ. ഓക്കെ, പറഞ്ഞു കൊടുക്കരുതേ. ഇവനായിരിക്കും എന്നെക്കാട്ടിലും വേഗം ആൻസർ കിട്ടും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഭയങ്കര സ്ലോ ആണ്. ഓക്കെ, ആദ്യത്തെ ക്യാരക്ടറിനുള്ള ആദ്യത്തെ ക്ലൂ യൂട്യൂബ്. രണ്ടാമത്തെ ക്ലൂ ഡൈനിങ് ടേബിൾ. ഇനി രണ്ടാമത്തെ ക്ലൂവിൽ ഉത്തരം കിട്ടുകയാണെങ്കിൽ അതൊന്ന് പറയാം, എന്നിട്ട് മൂന്നാമത്തെ ക്ലൂവിൽ യൂട്യൂബ് ഡൈനിങ് ടേബിള്. അടിപൊളി. ഇപ്പൊ ട്രാക്ക് പിടിയിട്ടില്ല. വെരി ഡിഫിക്കൽട്ട്. അത് ഇവന്റെ പടങ്ങൾ കാണാത്തോണ്ട് അല്ല എന്നെല്ലാരും അറിയണം. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളിൽ കണക്ട് ഒക്കെ ചെയ്യാൻ ഭയങ്കര പാടാ. പക്ഷെ പറഞ്ഞു സിമ്പിൾ ആയിട്ടുള്ള ഞാൻ പറയാം. ക്ലൂ തരുന്ന എക്സ്ട്രാ ക്ലൂ തരുന്നത്. ലക്സ്. ലക്സോ? ലക്സ് എനിക്ക് കിട്ടൂല. ഓക്കെ, അടുത്ത പറയട്ടെ. അടുത്ത ക്ലൂ പറയട്ടെ. എല്ലാ ക്ലൂ റൂം നമ്പർ 539. തോൽവി സമ്മതിച്ചോളൂ. റൂം നമ്പർ 539. ഇനി ലാസ്റ്റത്തെ ക്ലൂ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. അടി. അടി കപ്പിയാരെ കൂട്ടും. എത്തിയായിരുന്നില്ല. പക്ഷെ സോപ്പ് എന്തോ ഐ റിമെമ്പർ. സോപ്പൊന്നും അല്ല, ആ കുട്ടിയുടെ പേരാ ലക്സ്. ഇപ്പൊ മനസ്സിലായല്ലോ, എല്ലാവർക്കും മനസ്സിലായല്ലോ. റൂം നമ്പർ പാരഡൈസിന്റെ ലക്സ് സോപ്പ്. അല്ല, ഞാൻ കോളേജിലാണെന്ന് വിചാരിച്ചു. പിന്നെ ആനന്ദം കോളേജ് റൂം ഇല്ല, അപ്പൊ ഇതായിരിക്കുന്നില്ല. ഇനിയിപ്പോ ചളവാക്കണ്ട, പോട്ടെ, സാരമില്ല. ഇനി റോഷന് വേണ്ടിട്ട് അടുത്ത ക്ലൂ. ഡിഫിക്കൽട്ട് ആയിട്ട് ചോദിക്കണം. ബെസ്റ്റ് ഫ്രണ്ടിന്റെ ബിസിനസ്. ബിസിനസ്. ട്രൂ സ്റ്റോറീസ്. ട്രൂ സ്റ്റോറീസ്. ആൻഡ് ലാസ്റ്റത്തെ ക്ലൂ, ആ ക്ലൂവും ഞാനുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്. ഓക്കെ, എനിക്ക് മനസ്സിലായി, സാമന് മനസ്സിലായി. ഞാൻ പേര് ഓർത്തെടുത്തോട്ടെ. ജിസ്റ്റോ ചേട്ടന്റെ പടം സൺഡേ ഹോളിഡേ അല്ല, എല്ലാം കിട്ടി. ആസിഫ് അലി, ഐശ്വര്യലക്ഷ്മി. ക്യാരക്ടറിന്റെ പേരാണ് പറയേണ്ടത്. RJ. കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു പേരാണ്. ആണല്ലേ? M കൊണ്ടാണ് തുടങ്ങുന്നത് പേര്. പടത്തിന്റെ പേരും കിട്ടുന്നില്ല, അതല്ലേ പ്രശ്നം. പടം മനസ്സിലായി, പക്ഷെ RJ എന്താ പേര് കിട്ടില്ല. പാർവതി അല്ല. ഒരു ക്ലൂ കൊടുക്ക്. മഞ്ജുഷ അല്ല. അതൊക്കെ കോമൺ ആയിട്ടുള്ള പേരല്ലല്ലോ. ഒരു ക്ലൂ ഞാൻ തരൂല, നീ എന്നെ സഹായിച്ചോ. ഒരു ഡംസി അഭിനയിച്ച എനിക്ക് പേര് ഒന്ന് പേരിനൊരു ക്ലൂ തന്നെ. ഞാനിപ്പോ പറയാം. അങ്ങനെ കാണിക്കരുത്. പൂജ. ഇനി ദർശനക്ക് ക്ലീൻ ഷേവ്. യേശുദാസ്. ആനന്ദം. ഇതാണോ പാടാണെന്ന് പറഞ്ഞ? ഇത് ഭയങ്കര സിമ്പിൾ ആയി. റോഷൻ ലാസ്റ്റ്. ഫ്രണ്ട്ഷിപ്പ്. നൈറ്റ് വാക്ക് ആണ് മെയിൻ. ഡിയർ ഫ്രണ്ട്. ജന്നത്ത്. So I didn't say Gautam. Oh. Just showing off that I remember it. ഇനി ദർശനക്ക് അത് ഭയങ്കര എളുപ്പമുള്ള ക്ലൂ ആയി പോയി. കുഴപ്പമില്ല, പറ. കടങ്കഥ. അയലത്തെ പടം പേര് കടങ്കഥ. അല്ല, ക്ലൂ. ആദ്യത്തെ ക്ലൂ കടങ്കഥ. ഇത് ഭയങ്കര എളുപ്പം. റോങ് നമ്പർ. ചേടാ, കടങ്കഥ, റോങ് നമ്പർ. അപമാനിക്കാനാണോ എന്നെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്? നമ്മൾ ഈ സംസാരത്തിൽ അതിനെ കുറിച്ച് സംസാരിച്ചായിരുന്നു. ഒന്ന് പറഞ്ഞേ. സാധാരണ എല്ലാവർക്കും ഉള്ളൊരു, ഈ നേരത്തെ പറഞ്ഞ ഒരു കോമൺ പേരാണ്. എനിക്ക് ആക്ച്വലി ഇങ്ങനെ പ്രശ്നമുണ്ട് ഗൈസ്. അത് കുഴപ്പമില്ല, ഇങ്ങനെ നമുക്ക് എന്തായാലും ഞാൻ ജയിച്ചു. അതല്ലേ പൂജ പറഞ്ഞ പോലെ. അത് വിഷ്ണു. അതെവിടുന്ന് ഇവിടെന്നെങ്ങാനും. ഞാൻ സത്യം പറയട്ടെ, അവന്റെ ശരിക്കുള്ള പേര് വിഷ്ണു എന്നല്ല. അതൊന്നും എന്നെ കൊണ്ട് പറ്റൂല. അതെനിക്ക് മുസ്തഫയ്ക്ക് മാത്രമേ അറിയൂ. അല്ല, എന്ന് വെച്ചാൽ അവന് എന്തിനു ശരിക്കുള്ള പേര് പൊട്ടകളി. ഇത്രയും നേരം എനിക്ക് നല്ലതാ. അല്ല, അത് ഭയങ്കര ഞാൻ ലിമിറ്റഡ് ആയിട്ട് ക്ലൂ ഒക്കെ എടുത്തതാണ്. ഒന്നും കൂടെ ചൂടിന് ഇറങ്ങിയിരുന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല കളിയായിട്ട് തന്നെ തോന്നുന്നു. എനിക്ക് ചെറുതായിട്ട് തോന്നി. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ ബേസിലെ ഫാൻ ഫെസ്റ്റ് റേഡിയോ മാംഗോയിൽ വെച്ച് നടന്നായിരുന്നു. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ദർശനെ കുറിച്ച് അതിൽ കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിരിയെ പറ്റി പറയുന്നു, പക്ഷെ ബേസിൽ മറ്റുള്ളവരുടെ ചിരിയെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. ദർശനയുടെ ചിരിയാണോ? ജോണി ആന്റണിയുടെ ചിരി. ജോണി ചേട്ടൻ മറ്റേ ഭൂതല സംപ്രേഷണം നിലച്ചു എന്ന് പറയുമ്പോ ഒരു സൗണ്ട് വരൂലേ, അങ്ങനത്തെ ചിരിയാ. ചിരിച്ചിട്ട് പിന്നെ
പിന്നെ കുറച്ചേരം ഇനി അവൻ എനിക്കറിയാം മറ്റേത് പറയും. ഇങ്ങനെ നിൽക്കും. ദർശനയുടെ ചിരിയാണെങ്കിൽ മറ്റേ ചൂലൊക്കെ എടുത്ത് പോകുന്ന മാരില്ലേ പഴയ കാർട്ടൂണിലൊക്കെ എന്ന് പറഞ്ഞു അങ്ങനത്തെ ഒരു ഫീലുള്ള ചിരിയാ ദർശനയുടെ ചിരി. പിന്നെ ഭയങ്കര അണ്ടർ റേറ്റഡ് ഒരു ചിരിയുണ്ട്, വിനീതേട്ടന്റെ ചിരി. അത് ഇതിലും മോശമാണ്, വളരെ മോശം ചിരിയാണ്. പക്ഷെ ആരും അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അണ്ടർ റേറ്റഡ് ചിരിയാണ്, അതിനേക്കാളും മോശമാണ്. ചൊട്ടിച്ച് കഴിഞ്ഞു. അവന്റെ ചിരി എല്ലാരും കേട്ടിട്ടില്ലേ? ബേസിലെ ചിരിയും രസമാണ്. അവന്റെ ചിരി കേട്ടാൽ നമുക്ക് ചിരിക്കാതിരിക്കാൻ പറ്റൂല. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചിരിച്ചു തുടങ്ങിയ ഭയങ്കര പ്രശ്നമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ ലൂപ്പിൽ പോകും. എന്നിട്ട് ചുറ്റുമുള്ളവരെല്ലാരും ചിരിക്കും. ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ അതവിടെ വന്ന് പറഞ്ഞായിരുന്നു ഷോട്ട് എടുക്കാൻ വേണ്ടി എല്ലാം റെഡിയായി, ക്യാമറ അവിടെ ഇവിടെയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ദർശന സീരിയസ് ആവുന്ന ഇവന്റെ ആണെങ്കിൽ എനിക്ക് കണ്ട അവന്റെ കണ്ണില് ചിരി തുടങ്ങും. അപ്പൊ അവൻ കാണുമ്പോ ഞാനാണ് ഉറക്കച്ചിരിക്കുന്നത്, പക്ഷെ അവന്റെ കണ്ണ് ഞാനാണല്ലോ കണ്ണ് അടുത്ത്. അപ്പൊ അവൻ ഇത് തുടങ്ങും, എന്നിട്ട് ഞാൻ കക്ക ചിരിക്കും. ഇത് ഇങ്ങനെ കുറേ ടേക്ക് നമ്മൾ ആ ഇടിയുടെ മുമ്പത്തെ സീനും പല പ്രാവശ്യം എനിക്ക് ഭയങ്കര കുറ്റബോധം തോന്നിയ ഒരു സമയമാണ് അത്. നമ്മുടെ മലയാള സിനിമ, ഇന്ത്യൻ സിനിമയിലൊക്കെ വെച്ച് നോക്കുമ്പോൾ മലയാള സിനിമ ഇപ്പൊ റീസെന്റ് ആയിട്ടാണ് ഈ നെപ്പോട്ടിസം, ഫേവറേറ്റിസം ഇതിനെ കുറിച്ചൊക്കെ സംസാരിച്ചു തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ ദർശന വന്നതിന് ശേഷമാണ് ദർശനയുടെ അമ്മ സിനിമയ്ക്ക് വരുന്നത്. ദർശനയുടെ അമ്മ ഒരു നെപ്പോ മമ്മിയാണെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കൊണ്ടുവന്നതല്ല എന്റെ അമ്മേനെ, അതുകൊണ്ട് നെപ്പോ മമ്മി ആവൂലല്ലോ. അതുകൊണ്ട് തന്നെ നെപ്പോ മമ്മി ആവാതെ ഞാൻ എന്റെ മമ്മീനെ ലോഞ്ച് ചെയ്താലല്ലേ അല്ല, എന്നാലും ദർശനം വന്നതിന് ശേഷമല്ലേ അമ്മ. അപ്പൊ നെപ്പോ മമ്മി ആണല്ലേ. മമ്മിയായി. നെപ്പോ മമ്മി പറന്ന് പറന്ന് നടക്കുന്നു. വെരി ഹാപ്പിയാണ് അമ്മ. അമ്മ ചോദിച്ച പോലെ ഭയങ്കര ഹാപ്പിയാണ്, സൂപ്പർ ഹാപ്പിയാണ് അമ്മ. അല്ലെങ്കിൽ എപ്പോഴും ഹാപ്പിയാണ്. ഇപ്പൊ കുറേം കൂടി റീസൺ ഉണ്ട് ഹാപ്പി ആവാൻ.